ഫയർ വിങ്സിന്റെ ആനുവൽ പ്രെയർ കോൺഫറൻസ് ദി ന്യൂ കവനന്റ് 2015 ജനുവരി 12 മുതൽ 16 വരെ അടൂർ മാർത്തോമ യൂത്ത് സെന്ററിൽ പാസ്റ്റർ ഫിന്നി സ്റ്റീഫൻ സാമുവേൽ, ബ്രദർ ബിജി അഞ്ചൽ, പാസ്റ്റർ റൈസൺ തോമസ്, പാസ്റ്റർ റെജി മാത്യു, ബ്രദർ ബിനോയ് കൊട്ടാരക്കര, പാസ്റ്റർ ജോൺ വർഗീസ്, ബ്രദർ രാജീവ് വർഗീസ് തുടങ്ങിയ അഭിഷിക്തന്മാർ ദൈവവചനം ശുശ്രൂഷിക്കുന്നു. രജിസ്ട്രേഷൻ ആരംഭിച്ചിരിക്കുന്നു. കോൺടാക്ട് 8281033374 9447472145. ജീസസ് റെയിൻസിൻ്റെ അത്ഭുതങ്ങളുടെ ദിവസം, ഡേ ഓഫ് മിറക്കിൾസ് തിരുവല്ലയിൽ ബിലീവേഴ്സ് യൂത്ത് സെൻ്ററിൽ വെച്ച് നടത്തപ്പെടുന്നു. നവംബർ മാസം 29 ശനിയാഴ്ച രാവിലെ 10 മണി മുതൽ ഉച്ചയ്ക്ക് 2 മണി വരെ. നിങ്ങൾ കടന്നു വരണം. പ്രിയപ്പെട്ടവരെ കൂട്ടി നിങ്ങൾ കടന്നു വരണം. നമുക്ക് തമ്മിൽ കാണുവാനും നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾക്ക് പ്രാർത്ഥിക്കുവാനും ലഭിക്കുന്നൊരു നല്ല അവസരമാണ്. നമ്മുടെ കർത്താവാകുന്ന യേശു ക്രിസ്തു നിങ്ങൾക്ക് വേണ്ടി ഒരു വലിയ അത്ഭുതം ചെയ്യുവാനിടവരും. അതുകൊണ്ട് നിശ്ചയമായിട്ടും കടന്നു വരണം. തിരുവല്ലയിൽ നവംബർ 29 ബിലീവേഴ്സ് യൂത്ത് സെൻ്ററിൽ രാവിലെ 10 മണി മുതൽ 2 മണി വരെ. വീണ്ടും ആന്തരിക സൗഖ്യ ധ്യാനം നടത്തപ്പെടുന്നു. ഡിസംബർ 15 മുതൽ 19 വരെ മാരാമൺ മാർത്തോമ റിട്രീറ്റ് സെൻ്ററിൽ വെച്ച് നിങ്ങൾ കടന്നു വരണം. വിഷാദരോഗത്തിലൂടെയോ മാനസികാഘാതങ്ങളിലൂടെയോ മാനസിക ആകുലതകളിലൂടെയോ ഏതെങ്കിലും മനസ്സുമായി ബന്ധപ്പെട്ട സംഘർഷത്തിലൂടെ നിങ്ങൾ കടന്നു വരികയാണെങ്കിൽ കർത്താവാകുന്ന യേശു ക്രിസ്തു നിങ്ങളെ അത്ഭുതകരമായി സൗഖ്യമാക്കുവാൻ പോകുന്നു. മാരാമൺ റിട്രീറ്റ് സെൻ്ററിൽ വെച്ച്, മാർത്തോമ റിട്രീറ്റ് സെൻ്ററിൽ വെച്ച് ഡിസംബർ 15 മുതൽ 19 വരെ. ജീസസ് റെയിൻസ്, യേശു വാഴുന്നു. വീണ്ടും നിങ്ങൾക്ക് ഈ ശുശ്രൂഷകളിലേക്ക് സ്വാഗതം. 2 കൊരിന്ത്യർ 4 അധ്യായം 4 വാക്യത്തിൻ്റെ ആധാരത്തിലാകുന്നു ഞാൻ ഈ എപ്പിസോഡുകളിൽ നിങ്ങളോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. യേശു ക്രിസ്തുവിൻ്റെ തേജസ്സുള്ള സുവിശേഷം, ദൈവപ്രതിമയായ ക്രിസ്തുവിൻ്റെ തേജസ്സുള്ള സുവിശേഷത്തിൻ്റെ പ്രകാശനം ശോഭിക്കാതിരിപ്പാൻ ഈ ലോകത്തിൻ്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സ് കുരുടാക്കി. യേശു ക്രിസ്തുവിൻ്റെ സുവിശേഷം തേജസ്സുള്ള സുവിശേഷമാകുന്നു. ദൈവം ആദാമിനെയും ഹൗവയെയും സൃഷ്ടിച്ച സന്ദർഭത്തിൽ ഉൽപ്പത്തി പുസ്തകം 1-2 അധ്യായങ്ങളിൽ അവരെക്കുറിച്ചുള്ള ചരിത്രം നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അവിടെ ദൈവത്തിൻ്റെ തേജസ്സിനാൽ മൂടപ്പെട്ടവരായിരുന്നു ആദാമും ഹൗവയും. 3-ാമത്തെ അധ്യായത്തിലാണ് അവർക്ക് തേജസ് നഷ്ടപ്പെട്ടു പോകുവാനിടയായത്. തേജസ് നഷ്ടപ്പെട്ടതോടുകൂടെ അവരിൽ ഭയം പ്രവേശിക്കുവാനിടയായി, ലജ്ജ പ്രവേശിക്കുവാനിടയായി, എല്ലാ വൈകാരിക സംഘർഷങ്ങളും അതിനുശേഷം അവരിൽ പ്രവേശിക്കുവാനിടയായി. ആ നഷ്ടപ്പെട്ട തേജസ്സാണ് യേശു ക്രിസ്തുവിലൂടെ നമുക്ക് മടക്കി ലഭിക്കുന്നത്. ഒരു വ്യക്തി യേശു ക്രിസ്തുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കുമ്പോൾ ഏദൻ തോട്ടത്തിൽ ആദമിന് നഷ്ടപ്പെട്ട തേജസ് അവനിലേക്ക് മടങ്ങി വരികയാണ്. ആ തേജസ്സിനാൽ നിറയപ്പെട്ടവനായി ഈ ഭൂമിയിൽ ആ മകന് ജീവിക്കുവാൻ കഴിയും. യേശു ക്രിസ്തുവിൻ്റെ തേജസ്സിനാൽ നിങ്ങൾ നിറയപ്പെടണമെന്നാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. യേശു ക്രിസ്തുവിൻ്റെ തേജസ്സിനാൽ നിങ്ങൾ നിറയപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ യേശുവിനെ നിങ്ങൾ രക്ഷകനും കർത്താവുമായി പ്രഥമമായി സ്വീകരിക്കുക. റോമാലേഖനം അതിൻ്റെ 8-ാമത്തെ അധ്യായം 29-30 വാക്യങ്ങളിൽ നമുക്ക് അതിൻ്റെ ചില ക്രമങ്ങൾ കാണുവാൻ കഴിയുന്നുണ്ട്. വിളിയെക്കുറിച്ച് അവിടെ പറയുന്നുണ്ട്. യേശു ക്രിസ്തു നമ്മെ വിളിക്കുന്നു, രക്ഷയ്ക്കായി വിളിക്കുന്നു. അവിടുത്തെ മകനാകുവാൻ മകളാകുവാൻ നമ്മെ വിളിക്കുന്നു. യേശു ക്രിസ്തുവിനെ പോലെയാകുവാൻ അവിടുന്ന് നമ്മെ വിളിക്കുകയാണ്. അവിടെ ദൈവത്തെക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നത് സർവവും അറിയുന്നവനാകുന്നു ദൈവം. അതിനാൽ നമ്മെ എല്ലാവരെയും അവൻ മുന്നറിഞ്ഞിരിക്കുന്നു. മുന്നറിഞ്ഞവരെ വിളിച്ചും വിളിച്ചവരെ നീതീകരിച്ചും നീതീകരിച്ചവരെ തേജസ്കരിച്ചും ഇരിക്കുന്നു. ദൈവം എല്ലാവരെയും അറിഞ്ഞു. ഈ പ്രപഞ്ചത്തിൻ്റെ അടിസ്ഥാനങ്ങൾ ഇടുന്നതിന് മുന്നമേ തന്നെ ദൈവം നമ്മെ അറിഞ്ഞു. അമ്മയുടെ ഉദരത്തിൽ നിങ്ങൾ ഉരുവാകുന്നതിന് മുന്നമേ ദൈവം നിങ്ങളെ അറിഞ്ഞു. അവിടെ വെച്ച് തന്നെ ദൈവം നിങ്ങളെ വിളിച്ചു. നിങ്ങൾ ഭൂമിയിൽ ജനിച്ച നിമിഷം മുതൽ തന്നെ നിങ്ങളുടെ പിന്നാലെ കർത്താവ് നടന്ന് വിളിക്കുകയാണ്. നിങ്ങളുടെ പേർ ചൊല്ലി വിളിക്കുകയാണ്. പേർ ചൊല്ലി നിങ്ങളെ വിളിക്കുന്നുവെങ്കിലും ആ വിളിയോട് നമുക്ക് പ്രതികരിക്കുവാൻ കഴിയുന്നില്ല. ജീവിതത്തിലെ ഒരു പ്രത്യേക സന്ദർഭത്തിൽ നമുക്ക് ആ വിളിയോട് പ്രതികരിക്കുവാൻ കഴിഞ്ഞു. അതുകൊണ്ടാണ് യേശുവിനെ നമുക്ക് രക്ഷകനും കർത്താവുമായി സ്വീകരിക്കുവാൻ ഭാഗ്യം ലഭിച്ചത്. ആ വിളിച്ചവരെ നീതീകരിച്ചും. കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ അതിനെക്കുറിച്ചാണ് പരാമർശിച്ചു കൊണ്ടിരുന്നത്. നീതീകരണം എന്ന് പറയുന്നത് നീതീകരണമാണ്. പാപത്തിൻ്റെ ശക്തിയെ തകർക്കുവാൻ വേണ്ടി ദൈവം ഉപയോഗിക്കുന്ന ആയുധം നീതീകരണം എന്ന ആയുധമാണ്. തേജസ് എങ്ങനെയാണ് മനുഷ്യന് നഷ്ടപ്പെട്ടത്? മനുഷ്യൻ പാപം ചെയ്തതോടുകൂടെയാണ് ദൈവത്തിൻ്റെ തേജസ് മനുഷ്യന് നഷ്ടമായത്. തേജസ്സിനും പാപത്തിനും ഒരുമിച്ച് പോകുവാൻ കഴിയത്തില്ല. തേജസ്സിനാൽ
ഒരു മകൻ മൂടപ്പെടണമെങ്കിൽ, ഒരു മകൾ മൂടപ്പെടണമെന്നുണ്ടെങ്കിൽ ആ വ്യക്തിയിൽ വരേണ്ട പ്രഥമ കാര്യമാണ്, ആ വ്യക്തിയിൽ നീതി വരേണ്ടത് ആവശ്യമാണ്. നീതിയുടെ ശക്തി ആ വ്യക്തിയെ വന്ന് നിറയ്ക്കേണ്ടത് ആവശ്യമാണ്. പഴയ നിയമത്തിൽ മനുഷ്യൻ നീതിമാനാകുവാൻ വേണ്ടിയുള്ള ശ്രമം നടത്തുന്നത് പ്രവൃത്തിയിലൂടെയാണ്. മനുഷ്യരുടെ എല്ലാവരുടെയും ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്, എങ്ങനെ എനിക്ക് നീതിമാനായി തീരുവാൻ കഴിയും? എങ്ങനെ എനിക്ക് നീതിമാനായി തീരുവാൻ കഴിയും? എല്ലാ മതങ്ങളുടെയും ഒരു പ്രധാനപ്പെട്ട അന്വേഷണം അതാകുന്നു, എങ്ങനെ മനുഷ്യൻ നീതിമാനായി തീരുവാൻ കഴിയും? അങ്ങനെ പഴയ നിയമം സ്വീകരിച്ച സമീപനമാണ്. നീതിമാനാകുവാൻ വേണ്ടി പഴയ നിയമത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നു, പ്രവൃത്തിയിലൂടെ നീതിമാന്മാരാകുവാൻ വേണ്ടി അവർ ശ്രമം നടത്തുന്നു. ന്യായപ്രമാണം അതിനിടയിൽ കടന്നു വരുവാനിടയായി. ന്യായപ്രമാണത്തിലെ ചട്ടങ്ങൾ, നിയമങ്ങൾ, പ്രമാണങ്ങൾ അനുസരിച്ച് അവർ നീതിമാന്മാരാകുവാൻ വേണ്ടി ശ്രമിക്കുന്നു. എങ്കിലും അവർക്ക് നീതിമാന്മാരായി തീരുവാൻ കഴിയുന്നില്ല. എല്ലാ മനുഷ്യരും പാപം ചെയ്ത ദൈവതേജസ് ഇല്ലാത്തവരായി തീർന്നു. ഏക മനുഷ്യൻ്റെ പാപത്താൽ ഈ ഭൂമിയിൽ മരണം പ്രവേശിക്കുവാനിടയായി, തകർച്ച പ്രവേശിക്കുവാനിടയായി, രോഗം പ്രവേശിക്കുവാനിടയായി, എല്ലാ നിലയിലുമുള്ള ദുഃഖം പ്രവേശിക്കുവാനിടയായി. അതിൽ നിന്ന് ദൈവം നമ്മെ മോചിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. ആ മോചനത്തിൻ്റെ പാതയാണ് യേശുക്രിസ്തുവിലൂടെ നമുക്ക് ലഭിക്കുന്നത്. ഏക മനുഷ്യൻ്റെ പാപത്താൽ മനുഷ്യന് തേജസ് നഷ്ടപ്പെട്ടു എങ്കിൽ, ഏക മനുഷ്യൻ്റെ നീതിയാൽ, ഏക മനുഷ്യൻ്റെ യാഗത്താൽ, ഏക മനുഷ്യൻ പാപത്തെ ജയിച്ചതിനാൽ, ഏക മനുഷ്യനിലൂടെ കർത്താവാകുന്ന യേശുക്രിസ്തുവിലൂടെ സൗജന്യമായി നമുക്ക് നീതീകരണം ലഭിക്കുകയാണ്. പാപം അറിയാത്തവനെ നാം അവനിൽ ദൈവത്തിൻ്റെ നീതിയാകേണ്ടതിന് ദൈവം നമുക്ക് വേണ്ടി പാപമാക്കി എന്നാണ് 2 കൊരിന്ത്യർ 5-ാമത്തെ അധ്യായം അതിൻ്റെ 21-ാമത്തെ വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. പാപം അറിയാത്തവനെ, യേശുക്രിസ്തു പാപം അറിയാത്തവനാകുന്നു. പാപമറിയാത്തവനാകുന്ന യേശുക്രിസ്തുവിനെ നാം ഓരോരുത്തരും ജന്മം കൊണ്ട് തന്നെ പാപികളായവരാണ്. അപ്പനപ്പൂപ്പന്മാർ പാപികളായിരിക്കുന്നതിനാൽ, ഒരു മനുഷ്യൻ പാപം ചെയ്തതിനാൽ, ആദം എന്ന് പറയുന്ന ഒരു മനുഷ്യൻ പാപം ചെയ്തതിനാൽ, ആ പാപത്തിൻ്റെ പരിണതഫലമായിട്ട് മനുഷ്യകുലം മുഴുവൻ പാപം ചെയ്യാതെ പാപികളായി തീർന്നു. പാപിയാകുന്ന മനുഷ്യൻ്റെ മകനായി ജനിക്കുമ്പോൾ പാപിക്ക് പാപി തന്നെയാണ് ജനിക്കുന്നത്. അങ്ങനെ എല്ലാ മനുഷ്യരും പാപികളായി തീരുവാനിടയായി. അതിൽ നിന്ന് മനുഷ്യരാശിയെ മുഴുവൻ നീതീകരണത്തിലേക്ക് മടക്കിക്കൊണ്ടുവരുവാൻ, നീതിമാന്മാരാക്കുവാൻ വേണ്ടിയാണ് ദൈവം മനുഷ്യനായി ഈ ഭൂമിയിൽ കടന്നു വന്ന് തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു, പാപമറിയാത്തവനെ. യേശുക്രിസ്തു പാപമറിയാത്തവനാണ്. യേശുക്രിസ്തുവിൽ പാപമില്ല. കന്യകയിൽ ഗർഭം ധരിച്ച് വചനം ജഡമായി തീർന്ന് ഈ ഭൂമിയിൽ പിറന്നവനാകുന്ന യേശുക്രിസ്തു പാപമറിയാത്തവനെ. നാം അവനിൽ നമുക്ക് എങ്ങനെ നീതിമാനായി തീരുവാൻ കഴിയും? യേശുവിലാണ് നമുക്ക് നീതിമാന്മാരായി തീരുവാൻ കഴിയുന്നത്. നാം അവനിൽ ദൈവത്തിൻ്റെ നീതിയായി തീരേണ്ടതിന്, ദൈവത്തിൻ്റെ നീതിമാന്മാരായി നാം ഓരോരുത്തരും തീരേണ്ടതിന് യേശു ദൈവത്തിൻ്റെ നീതിമാനാകുന്നുവല്ലോ. നാം അവനിൽ, നാം യേശുവിൽ ദൈവത്തിൻ്റെ നീതിയാകേണ്ടതിന് ദൈവം യേശുവിനെ നമുക്ക് വേണ്ടി പാപമാക്കി. യേശു പാപമായതിനാൽ യേശു മുഖാന്തരം നമുക്ക് നീതി സൗജന്യമായി ലഭിക്കുകയാണ്. പാപമില്ലാത്തവനാകുന്ന യേശു ക്രിസ്തു പാപത്തിൻ്റെ ശിക്ഷ, നമുക്ക് ലഭിക്കേണ്ട ശിക്ഷ യേശു കാൽവറി ക്രൂശിൽ വഹിച്ചതിനാൽ, അവിടുന്ന് നമുക്ക് വേണ്ടി യാഗമായി തീർന്നതിനാൽ നമുക്ക് യേശുവിൽ ദൈവത്തിൻ്റെ നീതിമാനായി തീരുവാൻ കഴിയും. 1 കൊരിന്ത്യർ 1-ാം അധ്യായം 30-ാമത്തെ വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്, യേശുവാണ് ദൈവത്തിൻ്റെ നീതി, യേശുവാണ് ദൈവത്തിൻ്റെ ജ്ഞാനം, യേശുവാണ് ദൈവത്തിൻ്റെ വീണ്ടെടുപ്പ്. യേശു ദൈവത്തിൻ്റെ നീതിയാകുന്നതിനാൽ നീതിമാനാകുന്ന യേശുവിനെ നിങ്ങൾ സ്വീകരിക്കുമ്പോൾ, യേശു നമ്മുടെ ഉള്ളിൽ വരുന്ന ആ നിമിഷം മുതൽ നാം നീതിമാന്മാരായി തീരുന്നു. ഇത് സംഭവിക്കുന്നത് വിശ്വാസത്താലാകുന്നു എന്ന് റോമാലേഖനം 5-ാം അധ്യായം 1-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. മനുഷ്യന് ദൈവത്തോട് ഇല്ലാതിരിക്കുന്നത് സമാധാനമാണ്, ബന്ധമില്ല. ദൈവത്തിൻ്റെ അരികിൽ പോകുവാൻ മനുഷ്യന് കഴിയുകയില്ല. കാരണം ദൈവം വിശുദ്ധനാകുന്നു, ദൈവം നീതിമാനാകുന്നു, ദൈവത്തിൽ പാപമില്ല. ദൈവത്തിൽ പാപമില്ലാത്തതിനാൽ പാപിയാകുന്ന മനുഷ്യന് ദൈവത്തിൻ്റെ അരികിൽ പോകുവാൻ കഴിയുകയില്ല. എന്നാൽ യേശുക്രിസ്തുവിലൂടെ വിശ്വാസത്താൽ നമുക്ക് ദൈവനീതി ലഭിക്കുമ്പോൾ, ക്രിസ്തു എന്ന ദൈവനീതി നമ്മുടെ ഉള്ളിൽ വരുമ്പോൾ നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. ആ തകർക്കപ്പെട്ട ബന്ധം പുനഃസ്ഥാപിക്കപ്പെടുകയാണ്. യേശുക്രിസ്തുവിലൂടെ നമുക്ക് ദൈവത്തിൻ്റെ അരികിൽ നേരിട്ട് പോകുവാൻ, അബ്ബാ പിതാവേ എന്ന് വിളിക്കുവാൻ, ദൈവകുടുംബത്തിലെ അംഗത്വം നമുക്ക് ലഭിക്കുകയാണ്. അതാണ്
നീതീകരണത്തിൻ്റെ ശക്തി എന്ന് പറയുന്നത്. സൗജന്യമായി നാം നീതീകരിക്കപ്പെടുകയാണ്. രക്ഷിക്കപ്പെട്ട പലരും ഇന്നും ആ രക്ഷയുടെ വില മനസ്സിലാക്കാതെ രക്ഷയിലൂടെ അവർക്ക് ലഭിച്ചിരിക്കുന്ന നീതീകരണത്തെക്കുറിച്ചുള്ള ആ വെളിപ്പാടില്ലാതെ ഞങ്ങൾ പാപികളാണേ 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 എന്ന് ചിന്തിച്ചുകൊണ്ട് പാപത്തിൽ തന്നെ അവർ അറിയാതെ തുടരുകയാണ്. നിങ്ങൾ പാപികളാണ് എന്ന് ചിന്തിക്കുകയാണെങ്കിൽ, എന്നിൽ എനിക്ക് പാപത്തെ ജയിക്കുവാൻ കഴിയുകയില്ല എന്നുള്ള ചിന്തയിൽ നിങ്ങൾ തുടരുകയാണെങ്കിൽ, പാപികളാണ് നിങ്ങളെങ്കിൽ പാപം തന്നെ നിങ്ങൾ ചെയ്യുവാനിടവരും. പാപത്തെ നിങ്ങൾക്ക് ജയിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ, പാപം കൂടാതെ ഈ ഭൂമിയിൽ ജീവിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ, നിങ്ങൾ പ്രഥമമായി നിങ്ങളുടെ ചിന്താമണ്ഡലത്തിൽ ഈ വെളിപ്പാട് സ്വീകരിക്കേണ്ടത് ആവശ്യമാണ്. നിങ്ങളുടെ വ്യക്തിത്വത്തിൽ നിങ്ങൾ ഈ വെളിപ്പാട് ആത്മാവിൽ സ്വീകരിക്കേണ്ടത് ആവശ്യമാണ്. ഞാൻ ദൈവത്തിൻ്റെ നീതിമാനാകുന്നു, എൻ്റെ പ്രവൃത്തി കൊണ്ടല്ല, യേശു ക്രിസ്തുവിലൂടെ ഞാൻ ദൈവത്തിൻ്റെ നീതിമാനാകുന്നു. ആ നീതിബോധം വന്ന് നിങ്ങളിൽ നിറയുമ്പോഴാണ് പാപത്തെ നമുക്ക് ജയിക്കുവാൻ കഴിയുന്നത്. അതാണ് കൊരിന്ത്യലേഖനം 1 കൊരിന്ത്യർ 15-34 വാക്യത്തിൽ പറയുന്നത്. നീതിക്ക് നിർമ്മതരായിരിപ്പീൻ. നീതിക്ക് നിർമ്മതരായിരിക്കുക, അല്ലെങ്കിൽ awake to righteousness. നീതി സംബന്ധമാകുന്ന കാര്യങ്ങളിൽ നിങ്ങൾ ഉണർവുള്ളവരാകുവീൻ. നീതി സംബന്ധമാകുന്ന കാര്യങ്ങളിൽ നിങ്ങൾ എഴുന്നേൽപ്പീൻ. നിങ്ങൾ നീതിബോധത്തിൽ എഴുന്നേൽക്കുകയാണെങ്കിൽ, നിങ്ങൾ നീതിബോധത്തിൽ ഉണർവുള്ളവരായി തീരുകയാണെങ്കിൽ, പാപം ചെയ്യാതിരിപ്പീൻ. നിങ്ങൾക്ക് പിന്നെ പാപം ചെയ്യാൻ കഴിയത്തില്ല. നീതിയെക്കുറിച്ചാണ് നിങ്ങൾ ചിന്തിക്കുന്നത്. നീതിയുമായിട്ടാണ് നിങ്ങൾക്ക് കൂട്ടായ്മയുള്ളത്. നീതിബോധത്തിലാണ് നിങ്ങൾ ജീവിക്കുന്നത്. മാത്രവുമല്ല, നീതിപാതകളിലാണ് നിങ്ങൾ നടക്കുന്നത്. 23-ാമത്തെ സങ്കീർത്തനത്തിൽ സങ്കീർത്തനക്കാരൻ പറയുന്നുണ്ട്, തിരുനാമം നിമിത്തം അവൻ എന്നെ നീതിപാതകളിൽ നടത്തുന്നു. അന്ന് തന്നെ അവർക്ക് ആ നാമത്തിൻ്റെ ശക്തിയെക്കുറിച്ചുള്ള വെളിപ്പാടുണ്ടായിരുന്നു. സ്വന്തം ശക്തി കൊണ്ട് അവർക്ക് നീതിമാന്മാരായി തീരുവാൻ കഴിയുകയില്ല. സ്വന്തം ശക്തി കൊണ്ട് അവർക്ക് നീതി പാതകളിൽ നടക്കുവാൻ കഴിയുകയില്ല. ആ വെളിപ്പാടിൽ നിന്നാണ് ദാവീദ് പറയുന്നത്, തിരുനാമം നിമിത്തം അവൻ എന്നെ നീതിപാതകളിൽ നടത്തുന്നു. ഇന്ന് നിങ്ങൾ യേശു ക്രിസ്തുവിൽ നിങ്ങൾക്ക് നീതിപാതകളിൽ നടക്കുവാൻ കഴിയും. നിങ്ങൾ നീതിപാതകളിൽ നടക്കുകയും നീതി സംബന്ധിച്ച് ഉണർവുള്ളവരായി തീരുകയും നീതി സംബന്ധിച്ച് നിങ്ങൾ എഴുന്നേൽക്കുകയും ചെയ്യുകയാണെങ്കിൽ, നീതിയെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ, സങ്കീർത്തനത്തിൽ 45-ാം സങ്കീർത്തനത്തിൽ 7-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, നീതിയെ ഇഷ്ടപ്പെട്ട് ദുഷ്ടതയെ ദ്വേഷിക്കുക. അപ്പോൾ നീതിയെ നിങ്ങൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ, നീതിപാതകളിൽ നിങ്ങൾ നടക്കുകയാണെങ്കിൽ, നീതി സംബന്ധിച്ച് നിങ്ങൾ എഴുന്നേൽക്കുകയാണെങ്കിൽ, നീതി സംബന്ധിച്ച് നിങ്ങൾ ഉണർവുള്ളവരായി തീരുകയാണെങ്കിൽ, നീതിയുമായുള്ള ബന്ധത്തിൽ നിങ്ങൾ ദൈവത്തിൻ്റെ ശബ്ദം കേട്ട് മുന്നേറുവാൻ തയ്യാറുള്ളവരാകുന്നു എങ്കിൽ നിങ്ങൾ പാപം ചെയ്യുകയില്ല. നീതിയെ ഇഷ്ടപ്പെട്ട് ദുഷ്ടതയെ ദ്വേഷിപ്പീൻ. നീതിക്ക് നിർമ്മതരായിരിപ്പീൻ, പാപം ചെയ്യാതിരിപ്പീൻ. പാപം ചെയ്യാതെ നിങ്ങൾക്ക് പാപത്തെ ജയിച്ച് ജീവിക്കുവാൻ കഴിയും. സ്വന്തം ശക്തി കൊണ്ടല്ല, നീതിമാനാകുന്ന യേശു നമ്മുടെ ഉള്ളിലുള്ളതിനാൽ അവിടുന്ന് നമുക്ക് സൗജന്യമായി നൽകുന്ന ആ നീതിയിലൂടെ നമുക്ക് നീതിമാന്മാരായി ഭൂമിയിൽ ജീവിക്കുവാൻ കഴിയും. കർത്താവ് നമ്മളെക്കുറിച്ച് പ്രഖ്യാപിച്ചിരിക്കുകയാണ്, നീ എൻ്റെ നീതിമാനാകുന്നു. നിൻ്റെ പ്രവൃത്തി കൊണ്ടല്ല, നീ പ്രത്യേകിച്ച് ഏതെങ്കിലും കർമ്മം ചെയ്തതുകൊണ്ടല്ല, ഒരു പുണ്യപ്രവൃത്തി ചെയ്തതുകൊണ്ടല്ല, സൗജന്യമായിട്ട് ഞാൻ നിന്നെ നീതിമാനാക്കിയിരിക്കുകയാണ്. നീ എൻ്റെ നീതിമാനാകുന്നു. നീ എൻ്റെ നീതിമാനാകുന്നതിനാൽ, നീതിമാനാകുന്ന നീ, ദൈവത്തിൻ്റെ നീതിമാനായി തീർന്നിരിക്കുന്ന നീ, ദൈവം നിന്നെ നീതിമാനായി പ്രഖ്യാപിച്ചിരിക്കുന്നതിനാൽ നീതിയിൽ തന്നെ തുടരണം. അവർ നീതിമാന്മാരായിരിക്കുന്നു എന്നുള്ള അറിവ് അവർക്ക് ലഭിച്ചിരിക്കുകയാണ്. പ്രായോഗികമാക്കുവാൻ കഴിയുന്നില്ല. പ്രായോഗികമാക്കുവാൻ കഴിയാതെ നിങ്ങൾ വീണ്ടും വീണ്ടും പാപത്തിലേക്ക് വീഴുകയാണെങ്കിൽ അവിടെ നിന്ന് എഴുന്നേറ്റ് വരിക. നീതി സംബന്ധിച്ചുള്ള വെളിപ്പാടിലേക്ക് നിങ്ങൾ തിരിച്ചു വരിക. പാപത്തിൽ തുടരേണ്ടവരല്ല നിങ്ങൾ. റോമാലേഖനം 6-ാമത്തെ അധ്യായത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ പ്രബോധിപ്പിക്കുന്നത് നമ്മുടെ ശരീരത്തിൻ്റെ ഓരോ അവയവങ്ങളും ഇനി അധർമ്മത്തിൻ്റെ അവയവങ്ങളായിട്ട് സമർപ്പിക്കരുത്, നീതിയുടെ അവയവങ്ങളായി സമർപ്പിക്കണമെന്നാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവോട് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ദൈവത്തിൻ്റെ നീതിയുടെ അവയവങ്ങളാക്കി. അതിൻ്റെ 6-ാമത്തെ അധ്യായം അതിൻ്റെ 13-ാമത്തെ വാക്യം വായിക്കുകയാണെങ്കിൽ, നിങ്ങളുടെ അവയവങ്ങളെ അനീതിയുടെ അവയവങ്ങളായി പാപത്തിന് സമർപ്പിക്കുകയും അരുത്. നിങ്ങളെ തന്നെ മരിച്ചിട്ട് ജീവിക്കുന്നവരായും നിങ്ങളുടെ അവയവങ്ങളെ നീതിയുടെ ആയുധങ്ങളായും ദൈവത്തിന് സമർപ്പിച്ചുകൊള്ളുവീൻ. നിങ്ങളുടെ അവയവങ്ങളെ ദൈവത്തിന് നീതിയുടെ ആയുധങ്ങളായി സമർപ്പിക്കുക. നിങ്ങൾ ന്യായപ്രമാണത്തിലല്ല കൃപയ്ക്കത്രേ അധീനരാകിയാൽ പാപം നിങ്ങളിൽ കർത്തൃത്വം നടത്തുകയില്ല. നിങ്ങൾ ദൈവത്തിൻ്റെ നീതിമാന്മാരാകുന്നതിനാൽ ഈ ഒരു വെളിപ്പാട് ഇപ്പോൾ സ്വീകരിക്കുക. പാപത്തിന് നിങ്ങളിൽ കർത്തൃത്വം നടത്തുവാൻ കഴിയുകയില്ല.
ആ അവയവങ്ങളിൽ വ്യാപരിക്കുന്ന പാപത്തിൻ്റെ ശക്തി നിങ്ങളെ വിട്ടുപോകുവാൻ ഇടവരും. ഈ അവയവങ്ങൾ നീതിയുടെ അവയവങ്ങളായി തീരുവാനിടവരും. ഈ അവയവങ്ങളെ ദൈവരാജ്യത്തിൽ നമുക്ക് പ്രയോജനപ്പെടുത്താം. നോക്ക്, ഞാനിപ്പോൾ എൻ്റെ ശബ്ദം ഉപയോഗിച്ചാണ് നിങ്ങളോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ ശബ്ദം ഉപയോഗിച്ച് വേണമെങ്കിൽ എനിക്ക് ആളുകളെ ശപിക്കുവാൻ കഴിയും, കലഹമുണ്ടാക്കുവാൻ കഴിയും, വാക്കുതർക്കമുണ്ടാക്കുവാൻ കഴിയും. അതിൽ നിന്ന് ഞാൻ എൻ്റെ അവയവത്തെ, എൻ്റെ വായെ ഞാൻ പുറത്തു കൊണ്ടുവന്ന് നീതിയുടെ അവയവമായി ഞാൻ അതിനെ സമർപ്പിച്ചു കഴിഞ്ഞപ്പോൾ കലഹം അധരത്തെ വിട്ടുപോയി, വഴക്ക് അധരത്തെ വിട്ടുപോയി, കുറ്റം പറച്ചിൽ അധരത്തെ വിട്ടുപോയി, ഭിന്നത അധരത്തെ വിട്ടുപോയി, ശാപം പറച്ചിൽ അധരത്തെ വിട്ടുപോകുവാനിടയായി. ഞാൻ നീതിയുടെ അവയവമായി എൻ്റെ അധരത്തെ ദൈവസന്നിധിയിൽ സമർപ്പിച്ചു കഴിഞ്ഞപ്പോൾ ദൈവരാജ്യത്തിലെ അവയവം പ്രയോജനപ്പെടുകയാണ്. അതേപോലെ നിങ്ങളുടെ അവയവങ്ങൾ തല മുതൽ പാദം വരെയുള്ള അവയവങ്ങൾ നീതിയുടെ അവയവങ്ങളായി തീരണമെന്ന് പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നു. എന്തുകൊണ്ട്? നിങ്ങൾ കൃപയ്ക്കാണിപ്പോൾ അധീനരായിരിക്കുന്നത്. നിങ്ങൾ ന്യായപ്രമാണത്തിനല്ല അധീനരായിരിക്കുന്നത്. ഏതെങ്കിലും ഒരു പ്രവൃത്തിയിലല്ല നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. ഏതെങ്കിലും ഒരു പ്രവൃത്തി കൊണ്ടല്ല നാം നമ്മുടെ അവയവങ്ങളെ പരിശുദ്ധാത്മാവിൻ്റെ അധീനതയിലേക്ക് കൊണ്ടുവരുന്നത്. ദൈവകൃപ നമ്മിൽ വ്യാപരിക്കുവാനിടവരും. പാപം പെരുകിയിടത്ത് കൃപ വർദ്ധിച്ചു എന്നാണ് ദൈവത്തിൻ്റെ വചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. പാപം ഇന്ന് പെരുകിക്കൊണ്ടിരിക്കുകയാണ്. ഈ പാപം പെരുകുന്നതിൻ്റെ നടുവിൽ തന്നെ പാപം ചെയ്യാതെ നമുക്ക് ജീവിക്കുവാൻ കഴിയും. ദൈവകൃപയ്ക്ക് വേണ്ടി നിങ്ങൾ ആഗ്രഹിക്കുകയാണെങ്കിൽ, കർത്താവിൻ്റെ കൃപ നിങ്ങൾ സ്വീകരിക്കുകയാണെങ്കിൽ, ദൈവകൃപയാൽ നിങ്ങൾ നിറയുകയാണെങ്കിൽ, കൃപ വർദ്ധിക്കുന്ന ഒരു സമയമാണ് ഈ സമയമെന്ന് പറയുന്നത്. പാപം വർദ്ധിക്കുന്നു എങ്കിൽ കൃപ വർദ്ധിക്കുന്നു. കൃപ വർദ്ധിക്കുകയാണെങ്കിൽ പാപം ചെയ്യാതെ നമുക്ക് ജീവിക്കുവാൻ കഴിയും. നീതിബോധത്തിൽ, നീതിയുടെ ശക്തിയാൽ നമുക്ക് പാപത്തെ ജയിക്കുവാൻ കഴിയും. പാപത്തെ ജയിച്ച് നീതിയുടെ നിറവിൽ നാം ജീവിക്കുകയാണെങ്കിൽ തേജസ്സിനാൽ നാം മൂടപ്പെടും. നീതിയും തേജസ്സും ഒരുമിച്ച് പോകും. നീതി ഉള്ള വ്യക്തിയുടെ മേൽ തേജസ് വന്നിറങ്ങുവാനിടവരും. ആ വ്യക്തി തേജസ്സിനാൽ മൂടപ്പെട്ട വ്യക്തിയായി ഈ ഭൂമിയിൽ ദൈവരാജ്യത്തിൽ പ്രയോജനപ്പെടുവാൻ ഇടവരും. റോമാലേഖനം 5-ാമത്തെ അധ്യായത്തിലെ ചില വാക്യങ്ങൾ ശ്രദ്ധിക്കുക. 17-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്: ഏകൻ്റെ ലംഘനത്താൽ മരണം ആ ഏകൻ നിമിത്തം വാണു എങ്കിൽ ആദാം പാപം ചെയ്തതിനാൽ ആ വ്യക്തി നിമിത്തം, ആദാം നിമിത്തം പാപം എല്ലാവരിലും വാഴുവാനിട വരുന്നു. പാപം വാഴുകയാണ്, പാപം ഭരണം നടത്തുകയാണ്. എന്നാൽ ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു, എങ്കിൽ കൃപയുടെയും നീതിദാനത്തിൻ്റെയും സമൃദ്ധി ലഭിക്കുന്നവർ യേശുക്രിസ്തു എന്ന ഏകൻ നിമിത്തം ഏറ്റവും അധികമായി ജീവനിൽ വാഴും. നിങ്ങൾ യേശുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ചിരിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ മേൽ വന്നിരിക്കുന്നത് നീതിമാനാകുന്ന യേശുവാകുന്നു. യേശു നിങ്ങളിൽ വന്നിരിക്കുന്നതിനാൽ നീതിയുടെ സമൃദ്ധിയാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. നിങ്ങൾക്ക് കൃപയുടെ സമൃദ്ധിയാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. ആരാണ് കൃപ? യേശുവാണ് കൃപ. അവിടുന്ന് കൃപയും നീതിയുമാകുന്നതിനാൽ, കൃപയാകുന്ന യേശു, നീതിയാകുന്ന യേശു നിങ്ങളിൽ വന്നിരിക്കുന്നതിനാൽ നിങ്ങൾക്ക് കൃപയുടെയും നീതിയുടെയും സമൃദ്ധി ലഭിക്കുന്നു. കൃപയുടെയും നീതിയുടെയും സമൃദ്ധി ലഭിക്കുകയാണെങ്കിൽ പാപത്തിന് പിന്നെ എങ്ങനെ നമ്മുടെ ജീവിതത്തിൽ വാഴ്ച നടത്തുവാൻ കഴിയും? അസാധ്യം. നമ്മിൽ വാഴ്ച നടത്തുന്നത് ജീവനാണ്. ജീവൻ നമ്മിൽ വാഴുവാനിടവരും. കൃപയുടെയും നീതിദാനത്തിൻ്റെയും സമൃദ്ധി പ്രാപിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? ഈ എപ്പിസോഡ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾ വിശ്വസിക്കുകയാണെങ്കിൽ നിങ്ങളുടെ മേൽ കൃപയുടെയും നീതിദാനത്തിൻ്റെയും സമൃദ്ധിയുടെ പകർച്ചയുണ്ടാകും. ആ സമൃദ്ധിയുടെ പകർച്ച നിങ്ങളിൽ വരികയാണെങ്കിൽ നിങ്ങൾ ജീവനിൽ വാഴുവാൻ പോകുന്നു. പാപത്തിൻ്റെ പരിണിത ഫലമായിട്ടാണല്ലോ മരണം ഈ ഭൂമിയിൽ പ്രവേശിച്ചത്, രോഗം ഈ ഭൂമിയിൽ പ്രവേശിച്ചത്, കടബാധ്യതകൾ ഈ ഭൂമിയിൽ പ്രവേശിച്ചത്, തകർച്ച ഈ ഭൂമിയിൽ പ്രവേശിച്ചത്, അസംതൃപ്തി ഈ ഭൂമിയിൽ പ്രവേശിച്ചത്, കുടുംബകലഹം ഈ ഭൂമിയിൽ പ്രവേശിച്ചത്. എന്നാൽ ഇപ്പോൾ നിങ്ങളിൽ നീതിയെക്കുറിച്ചുള്ള നീതിയുടെ ശക്തി നിങ്ങളിൽ വ്യാപരിക്കുകയാണെങ്കിൽ, കൃപയുടെ ശക്തി നിങ്ങളിൽ വ്യാപരിക്കുകയാണെങ്കിൽ, കൃപ, നീതി ഇവയുടെ സമൃദ്ധി നിങ്ങൾക്ക് ലഭിക്കുകയാണെങ്കിൽ നിങ്ങൾ ജീവനിൽ വാഴുവാൻ പോകുന്നു. ജീവൻ നിങ്ങളിൽ വ്യാപരിക്കുമ്പോൾ മരണം നിങ്ങളെ വിട്ടുപോകും, രോഗം നിങ്ങളെ വിട്ടുപോകും, ഭയം നിങ്ങളെ വിട്ടുപോകും, നിങ്ങൾ നേരിടുന്ന സംഘർഷങ്ങൾ നിങ്ങളെ വിട്ടുപോകും, ദൃഢധൈര്യം നിങ്ങളിലേക്ക് വന്ന് നിറയുവാനിട വരും. ഇപ്പോൾ തന്നെ ശരീരത്തിൽ വ്യാപരിക്കുന്ന രോഗബാധകൾ നിങ്ങളെ വിട്ടുപോയിട്ട് നിങ്ങളുടെ ശരീരം സൗഖ്യമാകുവാനിട വരും. അങ്ങനെ നിങ്ങൾ വാഴുന്നവരായി തീരുകയാണ്. നമ്മുടെയൊക്കെ ജീവിതത്തെ പിശാച് ഭരണം നടത്തുവാൻ ആഗ്രഹിക്കുന്നുണ്ട്. അവൻ്റെ ചരക്കാകുന്ന പാപം വന്നിട്ട് ആ പാപം
നമ്മെ വാഴുവാൻ, നമ്മിൽ ഭരണം നടത്തുവാൻ വേണ്ടി ശ്രമം നടത്തുന്നുണ്ട്. എന്നാൽ അവനെ അടിച്ച് തകർത്തതിന് ശേഷമായിട്ട് നമുക്ക് ജീവനിൽ വാഴുവാൻ, ജീവനിൽ ഭരണം നടത്തുവാൻ തക്കവണ്ണമുള്ള ഒരു വലിയ സാധ്യതയാണ് പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി തുറന്നു വച്ചിരിക്കുന്നത്. ഏകൻ നിമിത്തം ഏറ്റവും അധികമായി, ആരാണ് ഈ ഏകൻ? യേശുക്രിസ്തു. യേശുക്രിസ്തു എന്ന ഏകൻ നിമിത്തം ഏറ്റവും അധികമായി ജീവനിൽ വാഴും. അങ്ങനെ ഏകലംഘനത്താൽ സകല മനുഷ്യർക്കും ശിക്ഷാവധി വന്നതുപോലെ ഏകനീതിയാൽ സകല മനുഷ്യർക്കും ജീവകാരണമായ നീതീകരണവും വന്നു. ആദാം പാപം ചെയ്തതിനാൽ സകല മനുഷ്യരുടെ മേലും ശിക്ഷാവധി വരുവാനിടയായി, സകല മനുഷ്യരുടെ മേലും ശാപം വരുവാനിടയായി, സകല മനുഷ്യരുടെ മേലും രോഗം വരുവാനിടയായി, സകല മനുഷ്യരുടെ മേലും മരണം വരുവാനിടയായി. എന്നാൽ ഏകൻ്റെ ജയത്താൽ, ഏകൻ്റെ യാഗത്താൽ, ഏക മനുഷ്യൻ്റെ നീതിയാൽ, ഏകനീതിയാൽ സകല മനുഷ്യർക്കും ജീവകാരണമായ നീതീകരണം വന്നിരിക്കുന്നു. സകല മനുഷ്യർക്കും ജീവകാരണമാകുന്ന സൗഖ്യം വന്നിരിക്കുന്നു, അത്ഭുതം വന്നിരിക്കുന്നു, കൃപ വന്നിരിക്കുന്നു, വിടുതൽ വന്നിരിക്കുന്നു. അതിലേക്കാണ് പരിശുദ്ധാത്മാവ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നത്. ഏക മനുഷ്യൻ്റെ അനുസരണക്കേടിനാൽ അനേകർ പാപികളായി തീർന്നതുപോലെ ഏകൻ്റെ അനുസരണത്താൽ അനേകർ നീതിമാന്മാരായി തീരും. ഇവിടെ പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഏകൻ്റെ അനുസരണത്താൽ, ഏകൻ നിമിത്തം, ഏകൻ്റെ നീതിയാൽ, യേശു എന്ന നമ്മുടെ രക്ഷകനും കർത്താവും അവിടുത്തെ നീതിയാൽ, അവിടുന്ന് പുറപ്പെടുവിച്ച നീതിയാൽ, യേശു നിമിത്തം, യേശുവിൻ്റെ അനുസരണം മുഖാന്തരം, യേശു മരണത്തോളം ദൈവത്തെ അനുസരിക്കുവാനിടയായി മനുഷ്യകുലത്തെ രക്ഷിക്കുവാൻ വേണ്ടി കാൽവറി ക്രൂശിലെ ആ പരമയാഗം, ആ മരണം, രക്തം ചൊരിഞ്ഞ് നമുക്ക് വേണ്ടി യാഗമായി തീരുന്ന ആ അവസാന നിമിഷം വരെയും അവിടുത്തെ ആ അനുസരണം, നമുക്ക് വേണ്ടി ആ അനുസരണത്തെ അവിടുന്ന് പുറപ്പെടുവിച്ചിരിക്കുന്നതിനാൽ ഏകൻ്റെ അനുസരണത്താൽ നമുക്ക് സൗജന്യമായിട്ട് ഈ നീതി ലഭിക്കുകയാണ്. നാം നീതിമാന്മാരായി തീരുകയാണ്. നീതിമാന്മാരായി തീർന്നിരിക്കുന്ന നാം ഓരോരുത്തരും നമുക്ക് വേണ്ടി കർത്താവാകുന്ന യേശു ക്രിസ്തു അവിടുന്ന് നീതിയായി തീർന്നുവല്ലോ, അവിടുന്ന് പിതാവാം ദൈവത്തെ അനുസരിച്ചുവല്ലോ. അങ്ങനെയെങ്കിൽ ആ നീതിയിൽ തന്നെ നാം തുടരുകയും നാം ദൈവത്തെ അനുസരിക്കുവാൻ, ദിനംതോറും കർത്താവിൻ്റെ ശബ്ദം കേട്ട് കർത്താവ് പറയുന്നത് അനുസരിക്കുവാൻ നമുക്ക് ഉത്തരവാദിത്തമുണ്ട്. അവിടുന്ന് നമുക്ക് വേണ്ടി യാഗമായി തീർന്നു, അവിടുന്ന് നമുക്ക് വേണ്ടി നീതിയായി തീർന്നു, അവിടുന്ന് നമുക്ക് വേണ്ടി കൃപയായി തീർന്നു, അവിടുന്ന് പിതാവിൻ്റെ അവസാനത്തെ വാക്കുവരെ അനുസരിക്കുവാനിടയായി. അതേ പാതയിൽ തന്നെ നാമും നടക്കേണ്ടത് ആവശ്യമാണ്. ഈ അവസാന ഭാഗം ശ്രദ്ധിക്കുക. എന്നാൽ ലംഘനം പെരുകേണ്ടതിന് ന്യായപ്രമാണവും ഇടയിൽ വന്നു ചേർന്നു. ഇതിൻ്റെ എല്ലാം ഇടയിൽ ന്യായപ്രമാണം വന്നു ചേരുവാനിടയായി. ന്യായപ്രമാണം വന്നതിനാൽ ലംഘനം പെരുകുവാനിടയായി. എങ്കിലും പാപം പെരുകിയിടത്ത് കൃപ അത്യന്തം വർദ്ധിച്ചു. അന്ന് ലംഘനം പെരുകുവാൻ തക്കവണ്ണം ന്യായപ്രമാണത്തിൻ്റെ പ്രവേശനമുണ്ടായി. ഇന്ന് ഭൂമിയിൽ പാപം പെരുകിക്കൊണ്ടിരിക്കുകയാണ്. പാപം പെരുകിയിടത്ത് കൃപ വർദ്ധിക്കുകയാണ്. കൃപ വർദ്ധിക്കുന്ന ഒരു സമയത്താണ് നാം ആയിരിക്കുന്നത്. അതുകൊണ്ട് നാം ആരും ചിന്തിക്കരുത്, അയ്യോ ലോകം മുഴുവൻ പാപം പെരുകിക്കൊണ്ടിരിക്കുകയാണ്, ലോകം മുഴുവൻ നാശത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്, ഇതിൻ്റെ നടുവിൽ ഒരു വ്യക്തിക്ക് നീതിമാനായി ജീവിക്കുവാൻ കഴിയുമോ? എങ്ങനെ എനിക്ക് നീതിമാനായി തീരുവാൻ കഴിയും? നിനക്ക് നീതിമാനായി തീരുവാൻ കഴിയും യേശു ക്രിസ്തു മുഖാന്തരം. വിശ്വാസത്താൽ നിനക്ക് നീതിമാനായി തീരുവാൻ കഴിയും. നീതി നിന്നിൽ വന്ന് നിറയുകയാണെങ്കിൽ, നീതിദാനത്തിൻ്റെ സമൃദ്ധി നിനക്ക് ലഭിക്കുകയാണെങ്കിൽ, കൃപയുടെ സമൃദ്ധി നിനക്ക് ലഭിക്കുകയാണ് എങ്കിൽ പരിണതഫലം എന്താണ് സംഭവിക്കുന്നത്? ജീവനിൽ നീ അധികമായി വാഴുവാൻ പോകുന്നു. എൻ്റെ ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ഉള്ളിൽ ആ നീതിബോധം വന്ന് നിറയുവാനിടവരട്ടെ. നിങ്ങൾ ദൈവത്തിൻ്റെ നീതിമാനാകുന്നു എന്നുള്ള ആ വെളിപ്പാടിൽ നിങ്ങൾ വർദ്ധിക്കുവാനിടവരട്ടെ. ദൈവത്തിൻ്റെ കൃപ നിങ്ങളെ വന്ന് മൂടുവാനിടവരട്ടെ. ഈ സമയത്ത് തന്നെ കുറ്റബോധത്തിൻ്റെ ശക്തിയെ ഞാൻ യേശുവിൻ നാമത്തിൽ തകർത്തു പ്രാർത്ഥിക്കുകയാണ്. സെൽഫ് കണ്ടംനേഷൻ്റെ ശക്തിയെ ഞാൻ യേശുവിൻ നാമത്തിൽ തകർത്തു പ്രാർത്ഥിക്കുകയാണ്. ഈ നിമിഷത്തിൽ തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ പ്രിയപ്പെട്ടവരുടെ മേൽ നീതിബോധത്തിൻ്റെ വെളിപ്പാട് ലഭിക്കുവാനും നീതിപാതകളിൽ തന്നെ മുന്നോട്ട് ഓരോ സ്റ്റെപ്പുകൾ വയ്ക്കുവാൻ അവർ തീരുമാനമെടുക്കുന്ന നിലയിൽ പരിശുദ്ധാത്മാവ് അവരെ തൊടുവാനിടവരട്ടെ. ഈ നിമിഷത്തിൽ തന്നെ നിങ്ങളുടെ ശരീരങ്ങൾ സൗഖ്യമാകുവാനിടവരട്ടെ, രോഗബാധകൾ വിട്ടുപോകുവാനിടവരട്ടെ. നിങ്ങളൊരു കുറ്റവാളിയാകുന്നു, ചെയ്തുപോയ കുറ്റങ്ങളുടെ ശിക്ഷയാണ് ഞാൻ ഈ ശരീരത്തിൽ രോഗമായി അനുഭവിക്കുന്നത് എന്ന് ചിന്തിക്കുന്നവരോട് പരിശുദ്ധാത്മാവ് പറയുകയാണ്, ആ ചിന്തയിൽ നിന്ന് നിങ്ങൾ പുറത്തു വരിക. നിങ്ങൾ ചെയ്തുപോയ കുറ്റങ്ങളുടെ ശിക്ഷയായിട്ട് ഈ രോഗം അനുഭവിക്കേണ്ട കാര്യമില്ല.
നീതിയെക്കുറിച്ചുള്ള വെളിപ്പാട് നിങ്ങളിപ്പോൾ സ്വീകരിക്കുകയാണെങ്കിൽ, നീതിമാനാകുന്ന യേശു എൻ്റെ ഉള്ളിൽ വന്നിരിക്കുന്നതിനാൽ എനിക്കിനിയും ആ ശിക്ഷയിൽ തുടരേണ്ട കാര്യമില്ല. എൻ്റെ ശിക്ഷാവിധിക്ക് ഇളവ് ലഭിച്ചിരിക്കുന്നു. എൻ്റെ ശിക്ഷാവിധി എന്നിൽ നിന്ന് മാറിപ്പോയിരിക്കുന്നു. എനിക്ക് വേണ്ടി യേശു ഒരു ശിക്ഷയായി തീർന്നിരിക്കുന്നു. ആ വെളിപ്പാടിലേക്ക് നിങ്ങൾക്ക് വരുവാൻ കഴിയുമെങ്കിൽ ഈ നിമിഷത്തിൽ തന്നെ നിങ്ങളുടെ ശരീരങ്ങൾ സൗഖ്യമാകുവാനിടവരും, നിങ്ങളുടെ മനസ്സുകൾ സൗഖ്യമാകുവാനിടവരും. എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുക. പരിശുദ്ധ പിതാവേ, യേശു ക്രിസ്തുവിൻ നാമത്തിൽ ഈ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നീതിബോധത്തിൽ ഇപ്പോൾ അവർ യേശുവിൻ നാമത്തിൽ സ്വതന്ത്രരായി തീരുവാനിടവരട്ടെ. അവരെ ബന്ധിച്ചിരിക്കുന്ന ചങ്ങലകൾ പൊട്ടിപ്പോകുവാനിടവരട്ടെ. കുറ്റബോധത്തിൻ്റെ ചങ്ങലകൾ പൊട്ടിപ്പോകുവാനിടവരട്ടെ. തങ്ങൾ കുറ്റവാളികളാകുന്നു എന്നുള്ള ആ ചങ്ങലകൾ പൊട്ടിപ്പോകുവാനിടവരട്ടെ. നീതിമാന്മാരാകുന്നു, ദൈവത്തിൻ്റെ നീതിമാന്മാരാകുന്നു എന്നുള്ള വെളിപ്പാട് അവർക്ക് ലഭിക്കുവാനിടവരട്ടെ. ഈ നിമിഷത്തിൽ തന്നെ അവരുടെ ശരീരങ്ങളെ തൊടണം കർത്താവേ. യേശുവിൻ നാമത്തിൽ അവരുടെ ശരീരങ്ങൾ സൗഖ്യമാകട്ടെ. രോഗബാധകൾ അവരെ വിട്ടുപോകുവാനിടവരട്ടെ. യേശു ക്രിസ്തുവിന് അധികാരമുള്ള നാമത്തിൽ ഈ നിമിഷത്തിൽ തന്നെ അത്ഭുതകരമാകുന്ന സൗഖ്യം അവരുടെ ശരീരങ്ങളിൽ വ്യാപരിക്കുവാനിടവരട്ടെ. യെസ് ലോർഡ്. കർത്താവ് അവരെ തൊടുന്നതിനാൽ, അവരെ സൗഖ്യമാക്കുന്നതിനാൽ, അവരുടെ മനസ്സിനെ സൗഖ്യമാക്കുന്നതിനാൽ, അവരുടെ ഉള്ളിൽ തിങ്ങി നിറഞ്ഞിരിക്കുന്ന കുറ്റബോധത്തിൽ നിന്ന് അവരെ പുറത്തു കൊണ്ടുവരുന്നതിനാൽ ഞങ്ങളങ്ങയ്ക്ക് നന്ദി പറയുകയാണ്. ഈ നിമിഷത്തിൽ തന്നെ യേശുവിൻ നാമത്തിൽ നിങ്ങൾ സ്വതന്ത്രരായി തീരുക. കർത്താവ് അവരെ തൊട്ട് സ്വതന്ത്രരാക്കുന്നതിന് നന്ദി പറയുന്നു. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവിനാൽ ലഭ്യമായിരിക്കുന്ന, സൗജന്യമായി ലഭ്യമായിരിക്കുന്ന ഈ നീതിദാനത്തിൻ്റെ സമൃദ്ധി അനുഭവിച്ചുകൊണ്ട് സ്വതന്ത്രമായി മുന്നോട്ട് പോകുക. പാപത്തെ ജയിച്ച് വിജയകരമാകുന്നൊരു ജീവിതം, വിശുദ്ധമാകുന്നൊരു ജീവിതം നിങ്ങൾക്ക് നയിക്കുവാൻ കഴിയും. കർത്താവാകുന്ന യേശു ക്രിസ്തു നിങ്ങളുടെ കൂടെയുണ്ട്. ഗാഡ് ബ്ലെസ് യു. ആമേൻ. വീണ്ടും ആന്തരിക സൗഖ്യ ധ്യാനം നടത്തപ്പെടുന്നു. ഡിസംബർ 15 മുതൽ 19 വരെ മാരാമൺ മാർത്തോമ റിട്രീറ്റ് സെൻറ്ററിൽ വെച്ച് നിങ്ങൾ കടന്നു വരണം. വിഷാദ രോഗത്തിലൂടെയോ മാനസികാഘാതങ്ങളിലൂടെയോ മാനസിക ആകുലതകളിലൂടെയോ ഏതെങ്കിലും മനസ്സുമായി ബന്ധപ്പെട്ട സംഘർഷത്തിലൂടെ നിങ്ങൾ കടന്നു വരികയാണെങ്കിൽ കർത്താവാകുന്ന യേശു ക്രിസ്തു നിങ്ങളെ അത്ഭുതകരമായി സൗഖ്യമാക്കുവാൻ പോകുന്നു. മാരാമൺ റിട്രീറ്റ് സെൻറ്ററിൽ വെച്ച്, മാർത്തോമ റിട്രീറ്റ് സെൻറ്ററിൽ വെച്ച് ഡിസംബർ 15 മുതൽ 19 വരെ. ജീസസ് റെയിൻസിൻ്റെ അത്ഭുതങ്ങളുടെ ദിവസം, ഡേ ഓഫ് മിറക്കിൾസ്, തിരുവല്ലയിൽ ബിലീവേഴ്സ് യൂത്ത് സെൻറ്ററിൽ വെച്ച് നടത്തപ്പെടുന്നു. നവംബർ മാസം 29-ാം തീയതി ശനിയാഴ്ച രാവിലെ 10 മണി മുതൽ ഉച്ചയ്ക്ക് 2 മണി വരെ. നിങ്ങൾ കടന്നു വരണം. പ്രിയപ്പെട്ടവരെ കൂട്ടി നിങ്ങൾ കടന്നു വരണം. നമുക്ക് തമ്മിൽ കാണുവാനും നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾക്ക് പ്രാർത്ഥിക്കുവാനും ലഭിക്കുന്നൊരു നല്ല അവസരമാണ്. നമ്മുടെ കർത്താവാകുന്ന യേശു ക്രിസ്തു നിങ്ങൾക്ക് വേണ്ടി ഒരു വലിയ അത്ഭുതം ചെയ്യുവാനിടവരും. അതുകൊണ്ട് നിശ്ചയമായിട്ടും കടന്നു വരണം. തിരുവല്ലയിൽ നവംബർ 29 ബിലീവേഴ്സ് യൂത്ത് സെൻറ്ററിൽ രാവിലെ 10 മണി മുതൽ 2 മണി വരെ. ഫയർ വിങ്സിന്റെ ആനുവൽ പ്രെയർ കോൺഫറൻസ് ദി ന്യൂ കവനന്റ് 2015 ജനുവരി 12 മുതൽ 16 വരെ അടൂർ മാർത്തോമ യൂത്ത് സെന്ററിൽ പാസ്റ്റർ ഫിന്നി സ്റ്റീഫൻ സാമുവേൽ, ബ്രദർ ബിജി അഞ്ചൽ, പാസ്റ്റർ റൈസൺ തോമസ്, പാസ്റ്റർ റെജി മാത്യു, ബ്രദർ ബിനോയ് കൊട്ടാരക്കര, പാസ്റ്റർ ജോൺ വർഗീസ്, ബ്രദർ രാജീവ് വർഗീസ് തുടങ്ങിയ അഭിഷിക്തന്മാർ ദൈവവചനം ശുശ്രൂഷിക്കുന്നു. രജിസ്ട്രേഷൻ ആരംഭിച്ചിരിക്കുന്നു. കോൺടാക്ട് 8281033374 9447472145.